പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ തീരുമാനമൊന്നുമായിട്ടില്ല. ചർച്ചകൾ നടക്കുകയാണ്. മാത്രമല്ല, നേതാക്കളൊക്കെ മറ്റ് പ്രചാരണങ്ങളൊക്കെ അവസാനിപ്പിക്കണമെന്ന് അണികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. പക്ഷേ എങ്കിലും നമ്മളിപ്പോൾ പോകുന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ VD സതീശന് വേണ്ടി വീണ്ടും വ്യാപകമായ പ്രചാരണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജയിപ്പിക്കാൻ അറിയാമെങ്കിൽ ഭരിക്കാനും അറിയാം എന്ന പേരിലാണ് ഈ പ്രചാരണം. 32 MLA-മാരുടെ പിന്തുണ VD സതീശനാണെന്നും പ്രചരിക്കുന്നുണ്ട്. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സഹിൻ, ഈ പുറമേയുള്ള പ്രതിഷേധമൊക്കെ അവസാനിപ്പിക്കണമെന്ന് നേതാക്കൾ കൂട്ടമായി തന്നെ അണികളോട് അഭ്യർത്ഥിച്ചതാണ്. അതായത് ഫ്ലെക്സ് വേണ്ട, ബാനർ വേണ്ട, സോഷ്യൽ മീഡിയയിൽ യുദ്ധം വേണ്ട എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഒരു തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നും വരുന്നില്ല. അതിന്റെ പ്രതിഷേധ സൂചകമായാണോ അണികൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ യുദ്ധം തുടങ്ങിയത്? എന്താണ് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? സേതു, കോൺഗ്രസ് ആണെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നേതാക്കൾ ഒരു ഭാഗത്ത് പലതും പറയും, പക്ഷെ അതൊന്നും അണികളെ ബാധിക്കില്ല. അണികൾ നേതാക്കളെ പറയുന്നതൊന്നും വകവയ്ക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ VD സതീശന് വേണ്ടി ഈ പ്രചരണം, വലിയ രീതിയിലുള്ള പ്രചരണമാണ് ആരംഭിച്ചിരിക്കുന്നത്. VD സതീശൻ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ എന്നാണ് പറയുന്നത്. മാത്രമല്ല, ജയിപ്പിക്കാൻ അറിയാമെങ്കിൽ ഭരിക്കാനും അറിയാമെന്നുള്ള തലക്കെട്ടോടുകൂടിയാണ് ഈ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പോസ്റ്ററുകൾ പുറത്തിറക്കി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഒരു സ്വകാര്യ TV ചാനൽ നടത്തുന്ന സർവേയിൽ VD സതീശൻ അനുകൂലമായി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണവും നടക്കുന്നുണ്ട്. അവരുടെ വാട്സപ്പ് കൂട്ടായ്മയിലും ഒപ്പം തന്നെ ഫേസ്ബുക്കിലും എല്ലാം ഇത്തരത്തിലുള്ള പ്രചരണം നടത്തിയിരിക്കുകയാണ്. കൂടാതെ VD സതീശന് 32 MLA-മാരുടെ പിന്തുണയുള്ളതായി പ്രചരിപ്പിക്കുന്ന കാർഡുകളെല്ലാം പുറത്തിറക്കിയിരിക്കുന്നു. അങ്ങനെ VD സതീശൻ നാളെ ചുമതലയേൽക്കും എന്നുള്ള രീതിയിലുള്ള കാർഡുകളും എല്ലാം പുറത്തിറക്കിയിരിക്കുകയാണ്. എന്തായാലും നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ നേതാക്കൾ പല ഭാഗത്തും പല പ്രചരണങ്ങളും നടത്തുന്നുണ്ട്. ആരും ഇത്തരത്തിൽ ഇനി പോസ്റ്ററുകളോ ഫ്ലക്സ് യുദ്ധം അവസാനിപ്പിക്കണം, പോസ്റ്ററുകൾ പുറത്തിറക്കരുത്, പരസ്യപ്രകടനങ്ങൾ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും കോൺഗ്രസിലെ അണികൾ തന്നെയാണ്. ഈ നേതാക്കൾ ആരെങ്കിലും കോൺഗ്രസിലെ അണികളുമായി എന്തെങ്കിലും പറയാൻ ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും നേതാക്കളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആള്, അത് ആരായിക്കൊള്ളട്ടെ, അദ്ദേഹം മുഖ്യമന്ത്രി ആകണമെന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഈ അണികൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും VD സതീശന് വേണ്ടി ഒരു അനുകൂല തരംഗം സംസ്ഥാനത്ത് ആകമാനം ഉണ്ടായിരിക്കുന്നു. അണികൾക്കിടയിൽ വലിയ വികാരം VD സതീശനെ മുഖ്യമന്ത്രിയാക്കാത്തതിലുണ്ട്. അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കണമെന്നാണ് അണികൾ ഏറെയും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ വികാരം അടിച്ചമർത്താൻ തയ്യാറല്ല. അവരത് തുറന്ന് പ്രകടിപ്പിക്കുകയാണ്. നേതാക്കൾ പറയുന്നതൊന്നും തങ്ങൾ വകവയ്ക്കുന്നില്ല. പകരം തങ്ങൾ വിചാരിക്കുന്ന കാര്യം, അതായത് കേരളത്തിലെ ഒരു വിഭാഗം പ്രവർത്തകരും ഒപ്പം തന്നെ ജനതയും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണിത്, VD സതീശൻ മുഖ്യമന്ത്രിയാകുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കണമെന്നുള്ളതാണ് അവരാവശ്യപ്പെടുന്നത്. അത്തരത്തിലുള്ള പ്രചരണങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട്. പോസ്റ്റർ യുദ്ധവും ഫ്ലക്സ് യുദ്ധവും അവസാനിച്ചെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയുള്ള യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്.